കോഴിക്കോട് ചേവായൂരിൽ 20-കാരൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ കൂടി കസ്റ്റഡിയിൽ. ചേവായൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിജിത്ത്, കൂടുതൽ വിവരങ്ങൾ. കൃഷ്ണ, ഇതിൽ 18 പേരെയാണ് ചേവായൂർ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. അതിൽ 3 പേർ, മുഖ്യപ്രതികളായ 3 പേരെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് മനോജ്, ഇയാളുടെ മക്കളായ വിജയ്, അജയ് എന്നിവരാണ്. കൂടാതെ 7 പേർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇവരുടെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട സൂരജിന്റെ സുഹൃത്ത് പ്രത്യുഷിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കോളേജിൽ വെച്ച് നടന്ന ചില നിസ്സാര പ്രശ്നങ്ങൾ, അതാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ ചത്തമംഗലത്തുള്ള SCNC കോളേജിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. SNEC കോളേജിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ജൂനിയർ സീനിയർ പ്രശ്നമാണ്. അവിടെയാണ് സൂരജിന്റെ സുഹൃത്തായ അശ്വന്ത് പഠിക്കുന്നത്. ഈ പ്രശ്നങ്ങളിൽ ഈ അശ്വന്തിനോട് ഈ കോളേജിലെ വിജയ്, അതേ കോളേജിൽ പഠിക്കുന്നയാളാണ് പ്രതിയായ വിജയ്, അവർക്കുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അതിൽ ഈ സൂരജ് ഇടപെട്ടതാണ് സൂരജിനോടും ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ തോന്നാൻ ഇടയാക്കിയ കാരണം. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അതിനിടയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ഒരു സംഘം എത്തുന്നു. അവർ ഈ അശ്വന്തുമായി ചില പ്രശ്നങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു. ഇത് ചോദ്യം ചെയ്യാൻ എത്തുകയാണ് സൂരജ്. അതിനിടെയാണ് സൂരജിന് അതിക്രൂരമായി മർദ്ദനമേറ്റത്. ശരീരത്തിൽ വലിയ രീതിയിലുള്ള മർദ്ദനമേറ്റിരുന്നു. തുടർന്നാണ് സൂരജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലവിലിപ്പോൾ സൂരജിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇവിടെ പുരോഗമിക്കുകയുമാണ്. ഏതായാലും കൂടുതൽ പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18 പേർ, 3 പേർ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനോജ്, ഇയാളുടെ മക്കളായ വിജയ്, അജയ് എന്നിവരും, ഒപ്പം കണ്ടാലറിയാവുന്ന 15 പേരെ കൂടി പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഈ പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വളരെ നിസ്സാരമായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുക്കുന്നതിലേക്ക് ഉൾപ്പെടെ നയിച്ചത്. ക്രിസ്റ്റിന, നമുക്ക് ഈ യുവാവിന്റെ സുഹൃത്തുക്കളുടെ വാക്കുകൾ കൂടി കേൾക്കാം. ഒരു 4 ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ്. അതിൽ പിന്നെ ഞങ്ങളപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ ആ പ്രശ്നം അവിടെ തന്നെ തീർക്കരുത്. പക്ഷേ ഞങ്ങൾ നാട്ടിലെ പരിപാടിയൊക്കെ എല്ലാവരും ഒക്കെ സോൾവ് ആക്കി പോയതാണ്. പിന്നെ ഓല് എവിടുന്നോ ആൾക്കാരും കൂട്ടി വന്ന് തച്ചതാണ്. കോളേജിലെ എന്താ പറയുക, ഈ ഫസ്റ്റ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മിൽ അറിയുന്ന ആൾക്കാരാണ്. ഇതിൽ ഈ സെക്കൻഡ് ഇയേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. ഓനെ വിളിച്ചു വരുത്തിയിട്ട് തച്ചത് തന്നെയാണ്. 17 ആൾക്കാരെ എടുത്തോണ്ട് അശ്വന്തിനാണ് ഓല് വന്ന് തച്ചത്. അതിൽ സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ. സൂര്യനെ എല്ലാവരും ചവിട്ടി കൂട്ടിയത്. ഓൻ്റെ അച്ഛനോടൊക്കെ ഇന്നലെ ഓൻ്റെ അച്ഛനും ഞങ്ങളൊക്കെ ഒരു നാട്ടിലുള്ള ആൾക്കാരാണ്. ഓൻ്റെ അച്ഛൻ ഇന്നലെ അവിടെ വന്നിട്ട് പറഞ്ഞ വർത്തമാനം എന്താ പറയുക, വാ തച്ച് തീർക്കാനാ. സൂരജിന്റെ സുഹൃത്തുക്കളുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന്.